ഗൈസ് എൻ്റെ കണ്ണിൽ പൊടി വല്ലതും വീണമെന്ന് നോക്കിയേ. വീണിട്ടില്ല. എൻ്റെ എന്നല്ല, ആരാധകരുടെ കണ്ണിൽ അങ്ങനെ പൊടിയിടാൻ പറ്റില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സ്റ്റാറുടെ പുറത്താകലിനെ പറ്റി വീഡിയോ സംസാരിച്ചതാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ KBFC ആരാധകരൊക്കെ അടക്കം വലിയ തോതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ആരാധകർക്കൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി. മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം. ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഒരാളുടെ തലയിൽ ബ്ലെയിം ഇട്ട് കൊടുക്കുക, എന്നിട്ട് പുറത്താക്കുന്ന പരിപാടി. അതിന് ഏറ്റവും അനുയോജ്യം മിക്കവാറും കോച്ചസാണ് ആകാറുള്ളത്. സോ ആ പരിപാടി ഒപ്പിക്കാൻ നോക്കി. പക്ഷേ ഫാൻ ഗ്രൂപ്പുകളൊക്കെ അടക്കം ഇതിന് എതിർത്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് വരുന്നത്. കാരണം നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്, നമ്മൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, നമുക്ക് അതിനൊത്ത ഒരു ടീം വേണം എന്നുള്ളൊരു കാര്യം ആരാധകരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കോച്ചിനെ മാറ്റിയിട്ടുള്ള സർക്കസും ഈ പറഞ്ഞ പോലെ കണ്ണിപ്പൊടിയിടലിനൊന്നും ഇനി വലിയ വില ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഒന്നാമത്തെ ആൾ നിഖിൽ, ഇറ്റ്സ് നോട്ട് ഏജ്ഡ് വെൽ എന്ന് പറഞ്ഞ് പുള്ളി പിന്നെ ഇപ്പം കാണാനില്ല. പുള്ളി എഴുതാൻ വേറൊരാളെ നിയോഗിച്ചിട്ടുണ്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞ് ട്രോഫി ഒബ്സഷൻ പാടില്ല എന്ന്. എന്താണെങ്കിലും ഇവരൊന്നും ഇപ്പോൾ എഴുതുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ChatGPT സെർവർ ഡൗൺ ആയിട്ട് വല്ലതും ഇരിക്കുകയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും എഴുതാക്കിയത്. എന്താണെങ്കിലും റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കരോളിസിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. ഇവരെയൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദികളാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളുടെ ടീമിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതൊരു തെറ്റുപറ്റി അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഏതെങ്കിലും ഒരു സീസണിൻ്റെ അവസാനം അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് വരുന്നത്, എപ്പോഴും അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനും പുട്ടിയടിക്കാനും അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഒരു തെറ്റ് മനസ്സിലാക്കാൻ പോലും, കാരണം എന്നാൽ ഒരു സക്സസ്ഫുൾ ക്ലബ്ബാണോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അപ്പം ഒരു തെറ്റ് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു കാര്യത്തിലേക്ക് എത്താത്ത തലപ്പത്തിരിക്കുന്നവരുള്ളപ്പോൾ എന്താണ് ക്ലബിൻ്റെ അവസ്ഥ എന്നുള്ളത് അതാണ് നമ്മളിപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഓണേഴ്സ് ചില സമയത്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ക്ലബ്ബുകൾ, ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ BSCയുടെയോ അല്ലെങ്കിൽ ഒഡീഷ FCയുടെയോ ഒക്കെ ഓണേഴ്സ് ആണെങ്കിൽ ഒരു മോശം സീസൺ വരുന്ന സമയത്ത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവരവരുടെ തെറ്റുകൾ അംഗീകരിച്ച് ഇത് നിരത്തി അത് ഫാൻസിന് അത് പരിഹരിക്കപ്പെടാമെന്നുള്ള വാക്ക് കൊടുത്തുകൊണ്ടുള്ള രീതിയിലൊക്കെയുള്ള മെസ്സേജസ് ചെയ്യാറുണ്ട്. അത് അവർ പാലിക്കുകയും ചെയ്യാറുണ്ട്. ഇതാണെങ്കിൽ ഒരു എസ്സേ കാണും, അതിനകത്തെല്ലാം എന്തെങ്കിലും നമ്മളത് ചെയ്തു നടന്നില്ല, ഇത് ചെയ്തു നടന്നില്ല എന്നല്ലാണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി എന്നുള്ള കാര്യം അത് പ്രതീക്ഷിക്കേണ്ട. ആ കാര്യം മാറ്റാത്തിടത്തോളം കാലം ഒന്നെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഈ ട്രോഫി ഒബ്സഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തലപ്പത്തിരിക്കുന്നവരുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റാത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവന്മാർ തന്നെ പോകണം, അല്ലാണ്ട് രക്ഷയില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഗൈസ്, ഇപ്പോൾ മുഹമ്മദിനെതിരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ജയിക്കാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഇൻ്ററിംഗ് കോച്ചൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളൊരു എനർജി കാട്ടിയൊക്കെ ജയിക്കാറുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദനും നമ്മളെക്കാളും മോശമായിട്ടുള്ള രീതിയിലേക്കാണ്. പിന്നെ നമ്മുടെ ടീമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനർജി ഇല്ലാത്തതൊന്നും അല്ലായിരുന്നു. നമുക്കറിയാമല്ലോ എന്തൊക്കെയായിരുന്നു പ്രശ്നം. ഇൻഡിവിജ്വൽ എറേഴ്സും അല്ലെങ്കിൽ പല മേഖലകളിൽ ഇനഫായിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ലാത്തതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം ഒരു ഇൻ്ററിംഗ് കോച്ചൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മുഹമ്മദിനെതിരെ ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ നമ്മളത് കാണുന്നതാണ്. ഇൻ്ററിംഗ് കോച്ചസ് വന്നിട്ട് ആദ്യം റിസൾട്ടൊക്കെ ഉണ്ടാക്കുന്നത്. വേൾഡ് ഫുട്ബോളിലാണെങ്കിലും വേണമെങ്കിൽ KBFCയുടെ പെർസ്പെക്റ്റീവ് തന്നെ എടുക്കാം. പണ്ട് DJ വന്ന സമയത്ത് ഇതേപോലെ റെനയുടെ ഒരു ദുരന്തം അവസ്ഥയിൽ നിന്നിട്ട് DJ വരുന്ന സമയത്ത് ഇങ്ങനത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് പറയാനുള്ളത് ആണ്, നമ്മൾ ഈ കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതായത് കോച്ച് പോയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടും ഒന്നും ഇത് ടീമിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ടിൽ ഇൻ ഫ്യൂച്ചർ നോക്കുമ്പോൾ, അതായത് ഒരു ലോങ് ടേമിൽ നോക്കുമ്പോഴത്തേക്കും ഒരു സക്സസ് പ്രതീക്ഷിക്കേണ്ട. കൃത്യമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു വകയിലോട്ട് വരുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.